തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ സ്വദേശിയാണ്. അവിടുത്തെ ശിവക്ഷേത്രത്തിലെ തന്ത്രി കൂടെയാണ്. സോ നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. അദ്ദേഹത്തിനോട് ചോദിക്കാം എന്താണ് പാസ്റ്റ് ലൈഫ് ആസ്ട്രോളജി, സാധാരണ ആസ്ട്രോളജിയും പാസ്റ്റ് ലൈഫ് ആസ്ട്രോളജിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. അധികം ആളുകൾക്ക് അറിയാത്ത ഒരു മേഖലയാണ് ഈ പാസ്റ്റ് ലൈഫ് ആസ്ട്രോളജി എന്ന് പറയുന്നത്, തിരുമേനി. സോ എന്താണ് ഈ പാസ്റ്റ് ലൈഫ് ആസ്ട്രോളജി? നമ്മുടെ സാധാരണ ജ്യോതിഷത്തിൽ നിന്നും ഈ പാസ്റ്റ് ലൈഫ് ആസ്ട്രോളജിക്ക് എന്താണ് വ്യത്യാസം, ഒന്ന് പറഞ്ഞു തരാമോ? നല്ലൊരു ചോദ്യമാണ് പാസ്റ്റ് ലൈഫ് അസ്ട്രോളജി. പൊതുവേ നമ്മൾ ഈ നാഡി ജ്യോതിഷത്തിനെ പറ്റിയിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. വൈത്തീശ്വരൻ കോവിലിലെ നാഡി ജ്യോതിഷം അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അതും ഈ പാസ്റ്റ് ലൈഫ് ആസ്ട്രോളജി തമ്മിൽ കണക്റ്റഡ് ആണോ, എന്താണ് എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് പറയാം. നമ്മുടെ ഋഷീശ്വരന്മാർ ഈ ലോകത്തെ പറ്റിയും ഈ സകല ചരാചരങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾക്ക് ഓൾറെഡി തന്നെ ഡെഫിനേഷൻ കൊടുത്തിട്ടുള്ളതാണ്. നമ്മളുടെ ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഈ ലോക ആരംഭ കാലഘട്ടം മുതൽ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ സംഭവിച്ച കാര്യങ്ങളും സംഭവിക്കുന്ന കാര്യങ്ങളും സംഭവിക്കാൻ ഇരിക്കുന്നതായ കാര്യങ്ങളും നമ്മളുടെ ഇവിടെ തന്നെ ഋഷീശ്വരന്മാർ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവാം, അറിയാത്ത കാര്യങ്ങളുണ്ടാവാം. നമുക്ക് ഒരു മനുഷ്യന്റെ പരമായുസ് എന്ന് പറയുന്നത് 120 വർഷമാണ് പരമായുസ് എന്ന് പറയുന്നത്. അതിനകത്ത് നമുക്കൊരു 100 വർഷം ജീവിച്ചിരുന്ന ആൾക്കാര്, 110 വയസ്സ് വരെ ജീവിച്ചിരുന്ന ആൾക്കാര്, ഏറ്റവും കൂടുതൽ 115 വയസ്സ് വരെ ജീവിച്ച ആളുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളവരുണ്ട്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തില് ഒരു 70 വയസ്സ് വരെയൊക്കെ ജീവിച്ചാലായി. ശരാശരി ആയുസ് കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ പ്രപഞ്ചത്തിൽ വസിക്കുന്ന പല ജീവജാലങ്ങളില് ഒരു ജീവ വസ്തുവാണ്, അല്ലെങ്കിൽ ഒരു ജീവിക്കുന്ന ഒരു ജീവജാലമാണ് മനുഷ്യരെ എന്ന് പറയുന്നത്. ഇവിടെ പറവകളുണ്ട്, മൃഗങ്ങളുണ്ട്, മനുഷ്യരുണ്ട്, കുഞ്ഞു കൃമികളുണ്ട്, അല്ലെ? കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരുപാട് ജീവികളുണ്ട്, വൈറസുകളുണ്ട്, അല്ലെ? അപ്പൊ നമ്മുടെ ബുദ്ധിക്കും ചിന്തയ്ക്കും ഉപരിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുമ്പ് ഇല്ലാതിരുന്ന പല കാര്യങ്ങളും ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്, അല്ലെ? ഒരു കാലഘട്ടത്തിൽ നമ്മളിപ്പോ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ മൊബൈൽ ഇല്ല, TV ഇല്ല, റേഡിയോ ഇല്ല, ഇല്ലാതിരുന്ന ഒക്കെ ഉള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ പോലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ട് എന്ന് നേരത്തെ തന്നെ നമ്മുടെ പൂർവികർ ഋഷീശ്വരന്മാര് കണ്ടെത്തിയിട്ടുണ്ട്. ഗ്രഹങ്ങള്, നക്ഷത്രങ്ങള്, ഈ ബ്രഹ്മാണ്ഡ മണ്ഡലം, ഈ ആകാശമണ്ഡലങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യം, സൂര്യനെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാനായിട്ട് പറ്റും, ചന്ദ്രനെ നമുക്ക് കാണാനായിട്ട് പറ്റും, നക്ഷത്രങ്ങളെ നമുക്ക് കാണാനായിട്ട് പറ്റും, അല്ലേ? എന്നാൽ സൂര്യനും ചന്ദ്രനും മാത്രമല്ല, ഇത് നമുക്ക് ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല, ആകാശത്തെ കാണാൻ സാധിക്കുന്നില്ല. ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, പിന്നെ മായാഗ്രഹങ്ങളായ രാഹു, കേതു, പിന്നെ മറ്റൊരു ഗ്രഹമായ ഗുളികൻ, ഇങ്ങനെയൊക്കെയുള്ള ഗ്രഹങ്ങളെ നമ്മൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ അതൊക്കെ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. നമ്മള് ശാസ്ത്രജ്ഞന്മാര്, നമ്മുടെ സയൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട് ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹമുണ്ട്, ബുധൻ എന്ന് പറയുന്ന ഗ്രഹമുണ്ട്, അല്ലെ? മറ്റു ഗ്രഹങ്ങളൊക്കെ ഉണ്ടെന്ന് അവര് സമർത്ഥിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവര് പ്രൂവ്ഡാണ്. അപ്പം ഇത് കണ്ടെത്തുന്നതിനേക്കാളിലും മുമ്പ് തന്നെ നമ്മുടെ ഋഷീശ്വരന്മാര് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള ഗ്രഹങ്ങളൊക്കെ ഉണ്ട് എന്ന്, അല്ലെ? അപ്പൊ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ജ്യോതിശാസ്ത്രത്തില് നമുക്കിവിടെ ഋഷീശ്വരന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ഗ്രഹങ്ങളുണ്ട്, ഇങ്ങനെയുള്ള ഗ്രഹങ്ങളൊക്കെയും ഭൂമിയെ സ്വാധീനിക്കുന്നുണ്ട്. ഭൂമിയെ സ്വാധീനിക്കുമ്പോൾ എന്ത് പറ്റും?
ഭൂമിയിൽ വസിക്കുന്ന ജീവജാലങ്ങളെയും അതൊക്കെയും സ്വാധീനിക്കപ്പെടും, അല്ലെ? തീർച്ചയായും. അപ്പൊ പിന്നെ പൂർവജന്മം അസ്ട്രോളജിയും സാധാരണ അസ്ട്രോളജിയും തമ്മിലുള്ള വ്യത്യാസം എന്തേ നമുക്ക് ചിന്തിക്കാം. അപ്പൊ നമ്മൾ സാധാരണ അസ്ട്രോളജിയിൽ നമ്മൾ ഒരു ജാതകം എടുക്കുന്നു. ഒരു കുട്ടിയുടെ ജനന സമയം, ഡേറ്റ് ഓഫ് ബർത്ത്, ജനന സമയം വെച്ച് നമ്മൾ അതിന്റെ ചില മെത്തേഡുകളൊക്കെയും ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു ഗ്രഹനില തയ്യാറാക്കുന്നു. ആ ഗ്രഹനില തയ്യാറാക്കുമ്പോഴേക്കും നമുക്ക് അതിനൊരു ലഗ്നം എന്ന് പറയുന്ന ഒരു സ്ഥാനം ഉണ്ടാകും. സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, രാഹു, കേതു, ഗുളികൻ, ഇങ്ങനെയുള്ള ഗ്രഹങ്ങളൊക്കെയും അവരുടെ ഓരോരോ രാശികളിൽ ഓരോരോ പൊസിഷൻസിൽ വന്ന് നിൽക്കുന്നുണ്ടായിരിക്കും. 12 രാശിചക്രങ്ങളുണ്ട്. മേടയിടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം എന്ന് പറയുന്ന 12 രാശികളിൽ ഈ ഗ്രഹങ്ങളൊക്കെയും എവിടെങ്കിലും പോയി നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് നമ്മളൊരു ഫലം പറയുന്നു, അല്ലെ? നമ്മുടെ ജ്യോതിശാസ്ത്രത്തിൽ പറയുന്നു, ലഗ്നഭാവത്തിൽ ഇന്ന ഒരു ഗ്രഹം നിന്നാൽ ഇന്ന ഫലം ഉണ്ടാവും. ഓരോ ഭാവങ്ങളും, ഒന്ന് ലഗ്നഭാവം എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്. രണ്ടാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ ധനമാണ്, കുടുംബമാണ്. മൂന്നാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ സഹോദരരെയും സഹായത്തിലും നമ്മുടെ വീര്യത്തിലും ചിന്തിക്കേണ്ട സ്ഥാനമാണ്. നാലാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ മാതാവിനെയും സുഖത്തിലും നമ്മുടെ വീടിനെയും ചിന്തിക്കേണ്ട സ്ഥാനമാണ്. നമ്മുടെ 8ാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ ആയുസ്സാണ്, നമ്മുടെ ആരോഗ്യ സ്ഥാനമാണ്. അപ്പോൾ 9ാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ ഭാഗ്യസ്ഥാനവും നമ്മുടെ പിതാവിന്റെ സ്ഥാനവുമാണ്. 10ാം ഭാവം എന്ന് നമ്മുടെ കർമ്മസ്ഥാനമാണ്, നമ്മുടെ പ്രവൃത്തി മേഖല, നമ്മുടെ ജോലി സ്ഥാനമാണ് 10 എന്ന് പറയുന്ന ഭാവം. 11 എന്ന് പറയുന്ന ഭാവം നമ്മുടെ സുഹൃത സ്ഥാനവും നമ്മളിലേക്ക് വരാനുള്ള, നമ്മളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സ്ഥാനമാണ്. 12 എന്ന് പറയുന്ന സ്ഥാനം നമ്മുടെ മോക്ഷസ്ഥാനവും നമ്മളുടെ ചെലവുകളിലും ഒക്കെ ചിന്തിക്കുന്ന സ്ഥാനം കൂടെയാണ്. അപ്പൊ ഇങ്ങനെയുള്ളതായ സ്ഥാനങ്ങളിൽ ഓരോരോ ഗ്രഹങ്ങൾ, ശുഭഗ്രഹങ്ങളെന്നും പാപഗ്രഹങ്ങളെന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിനകത്ത് ശുഭഗ്രഹങ്ങളാണ് വ്യാഴം, ശുക്രൻ, ബുധൻ, ചന്ദ്രൻ. എന്നാൽ ചന്ദ്രന് 2 തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. കൃഷ്ണപക്ഷമെന്നും ശുക്ലപക്ഷമെന്നും, വെളുത്ത പക്ഷമെന്നും കറുത്ത പക്ഷമെന്നും 2 പക്ഷത്തിലേക്ക് വരുമ്പോഴേക്കും ചന്ദ്രന് വ്യത്യാസം വരും. അതുപോലെ തന്നെ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം പൊതുവെ ശുഭഗ്രഹമാണ് എങ്കിലും ചില പാപഗ്രഹങ്ങളുമായിട്ട് ബുധന് യോഗം കൂടുമ്പോൾ ബുധന് പാപനായി തീരും. അതുകൊണ്ട് ശാസ്ത്രം പറയുന്നു പാപാ ബുധാസ്തൈരുദാഹ എന്ന് പറയുന്നു. പാപഗ്രഹങ്ങളോടുകൂടി ബുധൻ ചേരുമ്പോൾ ബുധന് പാപനായി തീരും. ചുരുക്കം പറയുകയാണെങ്കിൽ 2 വള്ളത്തേലും കാല് ചവിട്ടി നിൽക്കുക എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരാളാണ് ബുധൻ എന്ന് പറയുന്ന ഒരു ഗ്രഹത്തിന്റെ പ്രത്യേകത. നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റത്തില്ല. എപ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ശരിക്കും ബുധൻ എന്ന് പറയുന്ന ഗ്രഹം നമ്മളുടെ ഗുരുസ്ഥാനത്തല്ലേ കാണുന്നത്? ഗുരുസ്ഥാനത്ത് എന്ന് കാണാനായിട്ട് പറ്റില്ല. ജ്ഞാനഗ്രഹമാണ് ബുധൻ, അറിവിന്റെ ഗ്രഹമാണ്. ബുധനെ കൊണ്ടാണ് നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസത്തെയും നമ്മുടെ നോളജിനെയും ചിന്തിക്കുന്ന കാര്യങ്ങൾ. ബുധൻ നല്ലതായിട്ട് നിന്നാൽ നല്ല ബുദ്ധിയായിരിക്കും. ബുധന് വക്രം ഭവിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? വക്ര ബുദ്ധിക്കാരൻ എന്ന് പറയും, അല്ലെ കുരുട്ട് ബുദ്ധിക്കാരൻ. അവന് ബുദ്ധി കൂടിയിട്ടുള്ള കുഴപ്പമാണ് ഉണ്ടാകുന്നത്. അങ്ങനെ നമുക്ക് പറയാം. മനസ്സിലായോ? അപ്പൊ ഒരാള് കുരുട്ട് ബുദ്ധിയാണെങ്കിൽ നമുക്ക് ബുധന്റെ സ്ഥിതി കൊണ്ട് നമുക്കറിയാൻ പറ്റും ഇവന്റെ ചിന്താഗതി എങ്ങനെയാണ് എന്നും ഇവൻ ഏത് രീതിയിൽ ചിന്തിക്കുന്ന വ്യക്തിയാണ് എന്നും നമുക്ക് ആ ബുധന്റെ സ്ഥിതി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ബുധന്റെ പ്രശ്നം കൊണ്ടാണ് കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനും പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. ബുധന് മൗഢ്യമോ ബുധന് വക്രമോ ബുധന് നീചസ്ഥിതിയോ അല്ലെങ്കിൽ ഗുണമല്ലാത്ത സ്ഥാനങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റും? വിദ്യാഭ്യാസത്തിന് പ്രോബ്ലംസ് വരും. അപ്പൊ കറക്റ്റായ രീതിയിൽ നമുക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റാതെ വരിക, അത് മുറിഞ്ഞു പോകാനുള്ള സാധ്യതകൾ വരിക, വിദ്യ കൊണ്ട് നമുക്ക് പ്രയോജനപ്പെടാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവുക, ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ബുധൻ ദോഷമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയും. അതായത് നമ്മൾ പഠിച്ച
വിദ്യാഭ്യാസം ഏത് കോഴ്സാണോ നമ്മൾ പഠിച്ചത് അതിൽ നമുക്ക് ജോലി കിട്ടാത്തൊരു സാഹചര്യം വരിക എന്ന് പറയുന്നത് ബുധൻ നമ്മളെ സാഹചര്യം സപ്പോർട്ട് വരികയാണ്. ചെയ്യാണ്ടിരിക്കുമ്പോഴാണ്. അതെ, ഇപ്പൊ ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സാധാരണ അസ്ട്രോളജിയിൽ നമുക്ക് പറയാം, ഓക്കെ അല്ലെ? ഓക്കെ. ബുധൻ നിങ്ങൾക്ക് ഇന്ന സ്ഥാനത്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ ബുധൻ ഉം, എന്ന് പറയുന്ന ഗ്രഹം നിങ്ങൾക്ക് മീനം എന്ന് പറയുന്ന രാശിയിലാണ് സ്ഥിതി ചെയ്തിരിക്കുന്നത്. അതായത് ഉം. നിങ്ങൾ ജനിക്കുന്ന സമയത്ത് ബുധൻ എന്ന് പറയുന്ന ഗ്രഹം മീനം രാശിയിൽ നിൽക്കുന്നു. അപ്പോൾ മീനം രാശി എന്ന് പറയുന്നത് ബുധന് ബലമില്ലാത്ത രാശിയാണ്. അതിനെ ജ്യോതിശാസ്ത്രത്തില് നീചരാശി എന്ന് പറയും. ഓക്കെ അപ്പൊ നീചരാശിയിൽ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം നിന്നാൽ അതിന് ഡിഗ്രി കുറവായിരിക്കും, ബലം കുറവായിരിക്കും. ഓക്കെ അപ്പൊ ആ ബുധന് കൃത്യമായ രീതിയിലുള്ള ഗുണ അനുഭവത്തെ പ്രദാനം ചെയ്യാനായിട്ട് ആ ജാതകന് സാധിക്കുന്നില്ല. ഓക്കെ. അപ്പൊ നമ്മളൊരു ഗ്രഹനില കൊണ്ടുവരുമ്പോൾ സാധാരണ ആസ്ട്രോളജിയിൽ നമുക്ക് പറയാൻ പറ്റും, നിങ്ങളുടെ ഇന്ന സ്ഥാനത്ത് ഈ ഗ്രഹം നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇന്ന ഇന്ന പ്രോബ്ലംസുകൾ ഉണ്ടാകും എന്ന് സാധാരണ ആസ്ട്രോളജിയിൽ പറയാം. ഓക്കെ പൂർവ്വജന്മ ആസ്ട്രോളജിയിലേക്ക് കടക്കുമ്പോഴേക്കും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ആ മീനം രാശിയിലേക്ക് ബുധൻ നിൽക്കാൻ കാരണമായത്, ഓക്കെ. നിങ്ങൾ എന്ത് ചെയ്തിട്ടാണ് ആ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം നിങ്ങൾക്ക് മീനം രാശിയിൽ നിൽക്കാൻ ഇടയായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താണ് ചിന്തിക്കും, ബെനിഫിറ്റ്? ദൈവമേ, നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കും, ദൈവമേ, ഞാനൊരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് എനിക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായത് എന്ന് ചിന്തിക്കും. അതെ. ഒരു ജ്യോതിഷന്റെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന ഇന്ന ഉണക്കുള്ള കാര്യം, ഇപ്പൊ നിങ്ങൾക്ക് ഇന്ന ഇന്ന ദോഷങ്ങളാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഉം, അപ്പൊ അദ്ദേഹം പറയും, ഈശ്വര, എന്റെ ഒരു ഗതികേട്, ഞാൻ ഉം, എന്തൊരു നിർഭാഗ്യവാനാണ്, എന്റെ ജീവിതം ഇങ്ങനെയാണല്ലോ, ഉം. എന്റെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് നമ്മൾ പരിതപിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും, അല്ലെ? അതെ, ചിലർ പലരും അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാനൊരു ഉറുമ്പിനെ പോലും നോവിച്ചിട്ടില്ല എന്നിട്ടും എന്റെ ജീവിതം എന്തുകൊണ്ടാണ് അതെ ഇങ്ങനെ ആകുന്നത്. അതെ 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 അതെ. അപ്പൊ ആ പറഞ്ഞു വന്നത്, നമ്മൾ അങ്ങനെ ചിന്തിക്കപ്പെടും, അല്ലെ? തീർച്ചയായും. അപ്പം അതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ ഒരാള്, ഈ ആളിന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ആത്മാവ് എന്ത് ചെയ്തിട്ടായിരിക്കും ഈ ഒരു അനുഭവം വരിക, ഓക്കെ. അല്ലെ? അങ്ങനെയാണ് നമ്മൾ പൂർവ്വജന്മത്തിലേക്ക് പോകുന്നത്. ഉം, ഇപ്പൊ പൂർവ്വജന്മത്തിലേക്ക് നമുക്ക് കടക്കുമ്പോ കാലചക്രത്തെ തന്നെ നമുക്ക് എടുക്കാം, അല്ലെ? ഓക്കെ. ഇപ്പൊ നമുക്ക് ഒരു ക്ലോക്ക്, ഒരു സമയത്തിന്റെ ഒരു ഗതി നമുക്ക് ചിന്തിക്കാം, അല്ലെ? ഉം, നമുക്ക് 12 മണി എന്ന് കണക്കാക്കുക, ഓക്കെ. 12 മണി കഴിഞ്ഞ് 1 മണി എന്ന് കണക്കാക്കുക, അല്ലെ? ഉം, ആ 1 മണിയുടെ ടൈമായി, 1 മണിയുടെ കാലഘട്ടമായപ്പോഴേക്കും ആ 1 മണി അവിടെ വന്നു, അല്ലെ? ഉം. അവിടുന്ന് അങ്ങോട്ട് കറങ്ങി വരുന്ന സകല കാര്യങ്ങളും ആ 1 മണിയുടെ അണ്ടറിലായിരിക്കും, അല്ലെ? ഉം. സമയം എത്രയായി? 1 മണി. ആ, കുറച്ച് കഴിയുമ്പോൾ ചോദിക്കും, സമയം എത്രയായി? 1 മണി 1:10. 15 മിനിറ്റായി, ഉം. അല്ലെ? 10 മിനിറ്റ്, അപ്പൊ 15 അവിടെ മിനിറ്റ്. ഒരു മണിക്കാണ് അവിടെ ഒരു പ്രാധാന്യം, അല്ലെ? അതെ അതെ അതെ, തീർച്ചയായിട്ടും. പിന്നെ ചോദിക്കാൻ പറയുമ്പോ എന്താണ് പറയുന്നത്? 1:30. അപ്പോഴെന്താ? അതെ 1:30. അപ്പം ആ ഒന്നിന്റെ കാലഘട്ടം കടന്നു വരുന്ന ഒരു സമയം വരെ ഉണ്ട്, അല്ലെ? അതെ അതെ അതെ. അപ്പൊ ആ കാലഘട്ടം വരെ കടന്നു വന്ന് വീണ്ടും 12 മണിയെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? ഒന്നിന്റെ ആ ഒരു സ്ഥാനം കഴിയപ്പെട്ടു. അതെ. പിന്നെ ആർക്ക് സ്ഥാനം വന്നു? 2-ന്. 2-ന് സ്ഥാനം വന്നു, അല്ലെ? അതെ അതെ. പിന്നീട് വരുന്ന കാലഘട്ടം ആരുടെയാണ്? 2-ന്റെയാണ്. അപ്പൊ സമയം എത്രയായി? 2:10. 2 മണി. ഉം. 2:30, 2:50, അല്ലെ? അതെ പിന്നെ 2-ന്റെ പ്രാധാന്യമാണ് അവിടെ വരുന്നത്. അതെ. അപ്പം 1 തീർന്നു, പിന്നെ 2 വന്നു, 3 വന്നു, 4, ഇങ്ങനെ കറങ്ങി 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 വന്ന് അപ്പം വീണ്ടും എന്ത് പറ്റി? ആ 1 തന്നെ വരേണ്ട സാഹചര്യം വന്നു. അതെ. 12 1-ന്ന് മണി പിന്നെയും വന്നു, 2-ലേക്ക്, അത് 3-ലേക്ക്, കഴിഞ്ഞ് 4-ലേക്ക്. വീണ്ടും ഉം. 1-ലേക്ക് വന്നു, അല്ലെ? ശരി. വീണ്ടും അത് തുടരാതെ, ഇതാണ് കാലചക്രം എന്ന് പറയുന്നത്, സമയചക്രം എന്ന് പറയുന്നത്. ഇത് തന്നെ കാലചക്രം. ഓക്കെ. മനസ്സിലായോ? അതായത് 1-ൽ ആത്മാവ് ജനിച്ച ഒരു കുട്ടി 2-ലും 3-ലും 4-ലും ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും 1-ലേക്ക് വീണ്ടും പുനർജനിക്കുന്നു. ഒന്നിലേക്ക് തന്നെ വരും, വീണ്ടും വരേണ്ടതായിട്ട് വരും, ഓക്കെ വരേണ്ടതായിട്ട് വരും. മനസ്സിലായോ? ഓക്കെ. അപ്പം ആത്മാവിന് ഒരിക്കലും നാശമില്ല, മരണമില്ല. ആത്മാവ് ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല. ചില കണക്ഷൻസ് മാത്രമാണ് ആത്മാവിനുണ്ടാവുക. ഓക്കെ. മനസ്സിലായോ? ആ കണക്ഷൻസ് ഇല്ലാതാകണമെന്നുണ്ടെങ്കിൽ എന്ത് പറ്റണമെന്നറിയാമോ? ഇപ്പൊ ഈ സമയചക്രത്തെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 1 വരാതിരിക്കണമെങ്കിൽ എന്താണ്? ആ ക്ലോക്ക് തന്നെ കേടായി പോണം, അല്ലെ? അങ്ങനെ നിൽക്കുവാണെങ്കിൽ ആ 1 മണി വരത്തില്ല.
മനസ്സിലായോ? അപ്പൊ എന്ന് പറയുന്നത് പോലെ നമ്മുടെ ആത്മാവിന് പൂർണ്ണമായും സകല വിധത്തിലുള്ള ആഗ്രഹങ്ങളും നഷ്ടപ്പെട്ടാൽ, എല്ലാ കാര്യങ്ങളോടും വിരക്തി ഉണ്ടായാൽ, മോഹം, കാമം തുടങ്ങിയ എല്ലാ കാര്യങ്ങളോടും നമ്മുടെ ആത്മാവിന് വൈരാഗ്യമുണ്ടായി, സകലതിനോടും വിരക്തി ഉണ്ടായാൽ, ഇതൊന്നും എനിക്ക് വേണ്ട, ഇതൊന്നിനോടും എനിക്ക് താല്പര്യമില്ല, സർവ്വത് ഞാൻ ത്യജിക്കുന്നു എന്നുള്ള മനോഭാവം എന്ന് ഈ ആത്മാവ് സ്വീകരിക്കുന്നു, അന്ന് നമുക്ക് മോക്ഷാവസ്ഥയിലേക്ക് പോകാം. അതുകൊണ്ടാണ് സന്യാസത്തിലേക്ക് പോവുക എന്ന് പറയുന്നത്. സർവസംഘ പരിത്യാഗിയായി സകല ബന്ധങ്ങളും വിച്ഛേദിച്ച് ശിവോഹം ശിവോഹം അഹം ബ്രഹ്മാസ്മി അഹം ബ്രഹ്മാസ്മി എന്ന് ചിന്തിച്ചാൽ നമുക്ക് മോക്ഷം ഉണ്ടാവും. അങ്ങനെ എത്തിച്ചേരാൻ ഈ ആത്മാവ് പ്രാപ്തമാകണം. ഒരാഗ്രഹം പോലും നമ്മളിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, അവശേഷിക്കുന്നുണ്ടെങ്കിൽ, അത് പൂർത്തീകരിക്കാൻ വേണ്ടി ഈ ആത്മാവ് ഇന്നല്ലെങ്കിൽ നാളെ വീണ്ടും പുനർജനിച്ചേ മതിയാകൂ. അതുകൊണ്ടാണ് സന്യാസിമാർ, ഒരു മിനിറ്റോടെ സന്യാസിമാരായിരിക്കുന്ന ആളുകളൊക്കെ തന്നെയും സകലതും വിച്ഛേദിച്ചുകൊണ്ട്, സകല കാര്യങ്ങളെയും വിട്ടുകൊണ്ട്, എല്ലാം ശിവനാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട്, സർവ്വതും ശിവനാണ്, ശിവോഹം ഞാൻ തന്നെയാണ് ശിവം എന്ന് ചിന്തിച്ചുകൊണ്ട് കൈലാസത്തിലേക്ക് പോവുകയാണ്, അല്ലെ? അതെ. അവിടെ പോയി എല്ലാം ഭഗവാനാണ്, ഞാനും ഭഗവാനും ഒന്നുള്ള എന്ന ബോധ്യത്തോടു കൂടി ശരീരമെന്നോ മനസ്സെന്നോ മറ്റു ബാഹ്യമായിരിക്കുന്ന ഒരു കാര്യത്തിനകത്തും ബന്ധമില്ലാതെ ജീവിക്കുമ്പോൾ എന്താ സാധ്യമാവുക? നമ്മള് ഭഗവാന് ലയിച്ചു തീരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സംഭവിക്കുന്ന ഒരാത്മാവിന് ഒരു പുനർജനനം ഉണ്ടാവില്ല. അല്ലാതെ നമ്മളെ പോലെയുള്ള ആളുകളൊക്കെ തന്നെയും എന്താ പറ്റുക? ഈ ജനന മരണ സംസാര വാരിധിയിൽ വീണ്ടും പെട്ട് 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 ഈ മായയിൽ വീണ്ടും പെട്ട് 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 ജനനവും മരണവും എന്ന കാലചക്രത്തില് ഓരോരോ ശരീരങ്ങളിലേക്ക് ഈ ആത്മാവ് പ്രവേശിക്കുകയും ഇറങ്ങുകയും പ്രവേശിക്കുകയും ഇറങ്ങുകയും ചെയ്ത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അപ്പോൾ മുജ്ജന്മത്തിൽ ചെയ്ത കർമ്മ, മുജ്ജന്മത്തില് ഞാന് ഒരു വിദ്യാഭ്യാസപരമായ ഒരു കർമ്മത്തിന് ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ജ്ഞാനം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഞാന് ആ ജ്ഞാനം നിഷേധിച്ചിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അവൻ അനുയോജ്യമാകുന്ന വിദ്യാഭ്യാസം ഞാൻ കൃത്യമായിട്ട് കൊടുക്കാതെ ഇരുന്നിട്ടുണ്ട് എങ്കിൽ, അവൻ അർഹതപ്പെട്ട വിദ്യ ഞാൻ കൊടുക്കാതിരുന്നിട്ടുണ്ട് എങ്കിൽ, ആ കർമ്മ എന്നെ ബാധിക്കും. ആ കർമ്മ എന്നെ ബാധിച്ച് ഞാൻ ഈ ശരീരത്തെ വിട്ടു കഴിയുമ്പോൾ ഈ ശരീരം ആർജിച്ച കർമ്മകൾ മുഴുവൻ ഈ ആത്മാവിനാണ് സ്റ്റോറായി നിൽക്കുന്നത്. അതായത് ഒരു മരത്തിന്റെ ഒരു വിത്തില് ആ വിത്തിൽ നിന്നൊരു പടുമരം വളരുന്നത് പോലെ അതിന്റെ കണ്ടന്റ് മുഴുവൻ, ആ ഊർജം മുഴുവൻ ആ കുഞ്ഞു വിത്തിലുള്ളത് പോലെ ഈ ആത്മാവില് ചെയ്ത പ്രവൃത്തിയുടെ സകല കാര്യങ്ങളും ഈ വിത്തിലുണ്ടാവും, ഈ ആത്മാവിലുണ്ടാവും. ആ ആത്മാവ് ഒരു ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് വളരും തോറും ഈ കർമ്മയും വളർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ കർമ്മ എന്താണോ പൂർവ്വജന്മത്തിൽ നമ്മൾ ദോഷമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്, ആ കർമ്മ ഇന്ന് നമുക്ക് അനുഭവവേദ്യമായിട്ട് വരും. അന്ന് വിദ്യാഭ്യാസം നമ്മൾ ഒരാൾക്ക് തടസ്സം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ ആത്മാവിന് വിദ്യക്ക് തടസ്സമുണ്ടാകും. അപ്പൊ ചിന്തിക്കും, ദൈവമേ എനിക്ക് എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസം തടസ്സമായി നിൽക്കുന്നത്? അപ്പോൾ നമുക്ക് പറയും, നിങ്ങൾ പൂർവ്വജന്മത്തില് ഒരാളുടെ വിദ്യക്ക് തടസ്സമായി നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വിദ്യക്ക് ദോഷമുണ്ടാകുന്ന ഒരു പ്രവൃത്തി നിങ്ങളിൽ വന്ന് ഭവിച്ചിട്ടുണ്ട്. അതിനെന്താണ് പ്രായശ്ചിത്തം? അത് മാറ്റുവാനുള്ളതായ കാര്യങ്ങൾ നമ്മുടെ പൂർവ്വ ഋഷീശ്വരന്മാര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും സംഭവിച്ചേ മതിയാകൂ. പൂർവ്വജന്മത്തിലും ഇന്നത് സംഭവിക്കുമെന്നും ഇന്നും സംഭവിക്കുമെന്നും നാളെയും ഇത് സംഭവിക്കും എന്ന് നമ്മുടെ പൂർവ്വ ഋഷീശ്വരന്മാര് മുൻകൂട്ടി തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. സകലമാന കാര്യങ്ങളും നാളെയും നടക്കേണ്ട കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എന്നെ ഒരു സ്വാമി വിളിച്ചിരുന്നു. സന്യാസിയാണ് അദ്ദേഹം. അദ്ദേഹം എന്നെ വിളിച്ചിട്ട്
എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ്, ഉം. തിരുമേനി, എനിക്ക് എത്ര സമയം വരെ ഈ ഭൂമിയിൽ ഈ ശരീരത്തിന് ആയുസ്സുണ്ടാവും ഉം. എന്ന് ചോദിച്ചു. ഉം. ഞാൻ അദ്ദേഹം സ്വാമിയാണ്, ഒരു സന്യാസിയാണ്. ഓക്കെ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ദശാകാലങ്ങളൊക്കെ എടുത്തു നോക്കി. അപ്പൊ അദ്ദേഹത്തിന്റെ ഇടവൻ രാശിയാണ് അദ്ദേഹത്തിന്റെ ലഗ്നമായി വന്നേക്കുന്നത്. ഓക്കെ. അപ്പം അദ്ദേഹത്തിന് 3-ാം ഭാവം മാരകസ്ഥാനവും 8-ാം ഭാവം മാരകസ്ഥാനവും. അപ്പോൾ എന്തു പറ്റും? ആ മാരക സ്ഥാനത്തിന്റെ ദശാകാലം നടക്കുന്ന സമയത്തും ആ മാരക സ്ഥാന ഗ്രഹത്തിന്റെ അപഹാരം നടക്കുന്ന സമയത്തും ഈ ആത്മാവിന് തീർച്ചയായിട്ടും, ആത്മാവിനെന്ന് പറയാൻ പറ്റില്ല, ഈ ശരീരത്തിന് തീർച്ചയായിട്ടും നാശമുണ്ടാകും. അപ്പൊ ഞാൻ അദ്ദേഹത്തെല്ലാം കണക്കൂട്ടി അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുത്തു, ഇന്ന സമയത്ത് അദ്ദേഹത്തിന് ബുധദശയില് ശനിയുടെ അപഹാര സമയത്ത് അദ്ദേഹത്തിന് നാശമുണ്ടാകും. കാരണം അദ്ദേഹത്തിന് 3-ാം ഭാവത്തിൽ ശനി നിൽക്കുകയും 3-ാം ഭാവത്തിൽ ബുധൻ നിൽക്കുകയും 8-ാം ഭാവത്തിൽ, അതായത് ധനുരാശിയിൽ അദ്ദേഹത്തിന് ശനി എന്ന് പറയുന്ന ഗ്രഹം നിൽക്കുകയും കൂടാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വയസ്സ് ഞാൻ കണക്കാക്കിയിട്ട് പറഞ്ഞു, ബുധദശയിൽ, അതായത് മാരക നാഥന്റെ ദശാസമയത്ത്, മാരക ഗ്രഹത്തിന്റെ അപഹാര സമയത്ത് നിങ്ങൾക്ക് മരണം ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് മോക്ഷമാണോ എന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം ചോദിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു, ഈ ജന്മത്തിൽ അങ്ങേക്ക് മോക്ഷം ഉണ്ടാവില്ല. കാരണം അദ്ദേഹത്തിന്റെ ജാതക പ്രകാരം ഈ ജന്മം അദ്ദേഹം പൂർവാശ്രമത്തില് അദ്ദേഹം ഒരു ഗൃഹസ്ഥാശ്രമിയായിരുന്നു. അദ്ദേഹത്തിന് ഭാര്യയുണ്ട്, മക്കളുണ്ട്, അങ്ങനെയുള്ളതായ ചുറ്റുപാടും കാര്യങ്ങളും ബന്ധങ്ങളും അദ്ദേഹത്തിനുണ്ട്. അപ്പൊ ആ ബന്ധങ്ങളുടെ ഒക്കെയും കർമ്മ ഈ ആത്മാവത്തിൽ സ്റ്റോറാണ്. അദ്ദേഹത്തിന്റെ ജാതകത്തിൽ ഇത് വ്യക്തമായിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങ് ചെയ്യേണ്ട കുറെ കർമ്മയും കാര്യങ്ങളും ഉണ്ട്, ആ കർമ്മകാര്യങ്ങളൊക്കെയും അങ്ങ് ചെയ്യുക. അങ്ങക്ക് വീണ്ടും ഒരു പുനർജനനം ഉണ്ടാകും. ആ പുനർജനന സമയത്ത് അങ്ങ് 18 വയസ്സ് വരെ ജീവിക്കും. ആ ജനിക്കുന്ന സമയത്ത് അങ്ങ് തീർച്ചയായിട്ടും ഒരു ലൗകിക കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു ബന്ധകാര്യങ്ങളോ ഒന്നും അങ്ങേക്കുണ്ടാവില്ല. അങ്ങയുടെ ചെറുപ്പകാലം മുതൽ തന്നെ അങ്ങ് ആത്മീയ രീതിയിൽ തന്നെ ആയിരിക്കും പോവുക. അങ്ങയുടെ ഏതാണ്ട് ഒരു 10 വയസ്സിനോട് അടുക്കുന്ന കാലഘട്ടം മുതൽ തന്നെ അങ്ങ് ജ്ഞാനത്തെ ആർജിക്കാനായിട്ട് തുടങ്ങും. ഇന്ന് അങ്ങ് ആർജിച്ച ആ ആർജവം, ആ ഊർജം അങ്ങയുടെ പുനർജനനത്തിലും ഉണ്ടാവും എന്ന് ഞാൻ പറയുകയുണ്ടായി. 18 വയസ്സ് വരെ അങ്ങേക്ക് ആയുസ് ഉണ്ടാവുകയുള്ളൂ. ആ സമയത്ത് തീർച്ചയായിട്ടും അങ്ങയുടെ ജാതകത്തിന്റെ 12-ാം ഭാവത്തിലായിരിക്കും കേതു എന്ന് പറയുന്ന ഗ്രഹം നിൽക്കുക. അതോടുകൂടി അങ്ങേക്ക് മോക്ഷമുണ്ടാകും എന്ന് ഞാൻ പറയുകയുണ്ടായി. അദ്ദേഹം വളരെയേറെ അത്ഭുതപ്പെട്ടുപോയി. മനസ്സിലായോ? ഞാൻ അദ്ദേഹത്തിന് ഇപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റിയും പറഞ്ഞു കൊടുത്തു. എന്ത് കാരണം കൊണ്ടാണ് അങ്ങേക്ക് പ്രശ്നം ഉണ്ടാകുന്നത്? കാരണം എന്താണ്? അവർക്ക്, അദ്ദേഹത്തിന് ബുധൻ എന്ന് പറയുന്ന ഗ്രഹം മാരകമാണ്. അപ്പോൾ എന്താ പറ്റുക? ബുധനാണ് ഞരമ്പ്. അപ്പൊ ഞരമ്പ് ചുരുങ്ങിപ്പോകും. ഞരമ്പ് ചുരുങ്ങിപ്പോയി കഴിഞ്ഞാൽ എന്താ പറ്റുക? അതിലോട്ട് കറക്റ്റ് ആയിട്ട് ബ്ലഡ് പാസ് ചെയ്യുന്നതിന് പ്രോബ്ലംസ് ഉണ്ടാവും. അങ്ങനെ പ്രോബ്ലംസ് സംഭവിക്കുമ്പോൾ എന്താ പറ്റുക? നമ്മുടെ ഹൃദയത്തിലേക്ക് പോകുന്ന ആ ബ്ലഡ് തടസ്സപ്പെടും. മനസ്സിലായോ? അങ്ങനെ തടസ്സപ്പെടുമ്പോൾ അത് എന്തിനെ ബാധിക്കും? ഹൃദയത്തെ ബാധിക്കും. മനസ്സിലായോ? ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആണ്. അങ്ങനെ ബാധിക്കുമ്പോൾ അദ്ദേഹത്തിന് ഏത് രീതിയിലായിരിക്കും മരണപ്പെടാൻ സാധ്യത? അദ്ദേഹത്തിന് ഹൃദയാഘാതം സംബന്ധമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഹൃദയ സംബന്ധമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഒരു ബുദ്ധിമുട്ടിലൂടെ ആയിരിക്കും, ശ്വാസം മുട്ടൽ പോലെയുള്ള ഒരു വിഷയത്തിലൂടെ ആയിരിക്കും അദ്ദേഹത്തിന് മരണമുണ്ടാവുന്നത് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, തിരുമേനി, ഇപ്പോഴും എനിക്ക് ആ പ്രശ്നമുണ്ട്.
ആ ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതായത് പാസ്റ്റ് ലൈഫ് ആസ്ട്രോളജിയിൽ നമുക്ക് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ട് നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇന്ന പ്രശ്നം നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്ക് ഇന്ന ദോഷമുണ്ട് എന്ന് പറയും. കാരണം ഒരാള് ജനിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്കൊരു വീക്ക് പോയിന്റ് ഉണ്ടാവും. അതിനെയാണ് വൈനാശിക ഗ്രഹം എന്ന് പറയുന്ന ഒരു ഗ്രഹം ഉണ്ടാവും നമുക്ക് ഏതൊരു വ്യക്തിക്കും. 27 നക്ഷത്രത്തിൽ പിറന്നിട്ടുണ്ടെങ്കിൽ 27 നക്ഷത്രക്കാർക്കും വൈനാശികം എന്ന് പറയുന്ന ഒരു നക്ഷത്രം ഉണ്ടാവും. ആ വൈനാശിക നക്ഷത്രം ഇവർക്ക് ദോഷം, അതിനെ മർമ്മസ്ഥാന ദോഷം എന്ന് പറയും. ഇതാണ് അവരുടെ ഏറ്റവും വീക്ക് പോയിന്റ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പൂയ നക്ഷത്രത്തെ എടുക്കാം. പൂയ നക്ഷത്രത്തെ എടുക്കുമ്പോഴേക്കും പൂയ നക്ഷത്രത്തിന്റെ വൈനാശിക ഗ്രഹം ഭരണി എന്ന് പറയുന്ന ഗ്രഹമാണ്. നമ്മളുടെ 22ാമത്തെ നക്ഷത്രമാണ് വൈനാശിക നക്ഷത്രം എന്ന് പറയുന്നത്. അത് നമുക്ക് ദോഷമായിട്ട് തീരും, അത് നമുക്ക് പ്രോബ്ലംസ് ആയിരിക്കും. ആ സ്ഥാനം അപ്പം ഭരണിയെ എന്ത് പറയും? നാക്കിന്റെ സ്ഥാനത്തെ പറയും ഭരണി, നാവെന്ന് പറയും. അപ്പൊ പൂയ നക്ഷത്രത്തിൽ പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ തൊണ്ടയ്ക്ക് എപ്പോഴും എന്തൊരു പ്രോബ്ലം ആയിരിക്കും. നാവിന് എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുരുക്കൾ പോലെയോ പ്രോബ്ലംസുകളോ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അവർക്ക് തോളിന് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? അപ്പം നമ്മുടെ ഈ നാവ് തോള് സംബന്ധമായി ബന്ധപ്പെടുള്ള എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ പൂയ നക്ഷത്രക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. തൊണ്ടയ്ക്ക് വളരെ പ്രോബ്ലംസ് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മനസ്സിലായോ? അപ്പം അവർക്ക് എന്താ, കഴുത്തുമായി ബന്ധപ്പെടുള്ള ഇഷ്യൂസുകൾ അവർക്ക് സംഭവിക്കാനുള്ള സാധ്യതകൾ വരും. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. മനസ്സിലായോ? അപ്പൊ എന്നതുപോലെ എല്ലാ നക്ഷത്രക്കാർക്കും ഈ വൈനാശിക നക്ഷത്രം നമുക്ക് വീക്കായിരിക്കും, നമുക്ക് രോഗത്തെ ഉണ്ടാക്കുന്ന ഒരു ഗ്രഹമായിരിക്കും. അത് നമുക്ക് മാരകമായി തീരും, ദോഷമായിട്ട് തീരും. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, നമ്മളെ വീട്ടിലാകാം, നമ്മുടെ സഹവസിക്കുന്ന ഏരിയയിലാകാം, നമ്മുടെ പാർട്ട്ണർ ആകാം, ഇങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറ്റുന്ന, ആ വൈനാശികം ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ആ രോഗ ടെൻഡൻസി കൂടാനുള്ള ചാൻസസ് വളരെ കൂടുതലായിരിക്കും. സോ അപ്പൊ നമ്മളുടെ കൂടെയുള്ള ആളുകളുടെ നക്ഷത്രം കൂടി നമ്മൾ നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. വളരെ നല്ലത്. അത് നമ്മുടെ മക്കളാകാം. ഇത് ജനിക്കുന്നതിന് എന്തെങ്കിലും കാരണമുണ്ട്, അതാണ് കാര്യം. അതും കർമ്മയായിരിക്കില്ല. എന്തുകൊണ്ടാണ് ഇയാൾക്ക് വൈനാശികത്തിലൊരു കുട്ടി ജനിക്കാൻ ഇടയായത്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് വൈനാശികമായ കാരണം എന്തായത്? നമുക്ക് ജാതകത്തിൽ വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ ചോദിക്കും, നിങ്ങൾക്ക് ഇന്ന നക്ഷത്രത്തിലുള്ള ഒരാള് നിങ്ങളുടെ ഭവനത്തിലുണ്ടോ എന്ന് നമ്മൾ ചോദിക്കും. നമുക്ക് കൃത്യമായിട്ട് അവരുടെ ജാതകവശാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും, ഇന്ന നക്ഷത്രത്തിലുള്ള ഏക്കങ്ങൾ ഇവർക്കുണ്ടായിരിക്കും. മനസ്സിലായോ? അപ്പൊ അത്തം നക്ഷത്രത്തിൽ ഒരു കുട്ടി ജനിക്കാന്ന് വിചാരിക്കുക. അത്തം നക്ഷത്രത്തിൽ ഒരു കുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ മുത്തശ്ശനോ, അതായത് അച്ഛന്റെ പരമ്പരയില് ഉറപ്പായിട്ടും അവരുടെ കുടുംബത്തില് പൗർണമിക്കോ അമാവാസിക്കോ ജനിച്ചിട്ടുണ്ടാകുന്ന ഒരു പൂർവികൻ നിശ്ചയമായിട്ടും ഉണ്ടായിരിക്കും. കർമ്മ. മനസ്സിലായോ? കർമ്മ. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, തിരുവാതിര നക്ഷത്രത്തിൽ ഒരാൾ ജനിക്കുക എന്ന് വിചാരിക്കുക. തിരുവാതിര നക്ഷത്രത്തിൽ ഒരു കുട്ടി ജനിച്ചിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും അവരുടെ 2 തലമുറയ്ക്ക് മുമ്പ് വിഷം കഴിച്ചു മരിച്ചതോ വിഷം തീണ്ടി മരിച്ചതോ ആയ ഒരു പൂർവികൻ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. അത്ഭുതമാണ് പാസ്റ്റ് ലൈഫ് അസ്ട്രോളജി എന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾ നമ്മളെടുക്കെ നോക്കിയിട്ട് അവര് വളരെയേറെ അത്ഭുതപ്പെട്ട് വളരെ സന്തോഷമായിരിക്കും നമ്മൾ പറയുന്നുണ്ട്, ഇതുവരെയും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ ഒരിടത്തും പോയി നോക്കിയിട്ടും കിട്ടിയിട്ടില്ല. വൈത്തീശ്വരൻ കോവിലിൽ പോയി താളിയോല എടുത്ത് നോക്കിയിരിക്കുന്ന ആൾക്കാർ പോലും ഇത്രയും
കൃത്യമായ രീതിയിൽ ഞങ്ങളോട് ഇത് പറഞ്ഞു തന്നിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഓക്കെ. സോ അപ്പൊ മനസ്സിലായോ? നമ്മൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം പാസ്റ്റിൽ നമ്മൾ ആരായിരുന്നു, എന്തുകൊണ്ടാണ് നമുക്ക് തീർച്ചയായിട്ടും ഈ ജന്മത്തിൽ ഇങ്ങനെ ഒരു ബർത്ത് കിട്ടിയത്, എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള മോശം സാഹചര്യങ്ങൾ വന്നിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് പാസ്റ്റ് ലൈഫ് ആസ്ട്രോളജി നോക്കിയാൽ മാത്രമേ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ പരിഹരിക്കേണ്ടതായ കാര്യങ്ങളുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ കുട്ടികളെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ കുട്ടികളെ നന്നായിട്ട് സംരക്ഷിക്കണം. ഓക്കെ. കുട്ടികൾക്ക് നല്ല സഹായങ്ങളും അവരെ പഠിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങളും കരുതലുകളും സപ്പോർട്ടും ഒക്കെ നമ്മൾ നന്നായിട്ട് ചെയ്യണം. കുട്ടികളെ ഉപദ്രവിക്കരുത്. വിവാഹ ജീവിതങ്ങളിൽ ഒരുപാട് പ്രശ്നം അനുഭവിക്കുന്നവരുണ്ടാവും, അല്ലെ? അതെ. ഭർത്താവ് ഉപേക്ഷിക്കപ്പെടുന്നു, ഭാര്യ ഉപേക്ഷിക്കപ്പെടുന്നു, പീഡനം. ഭർത്താവ് ഉപദ്രവിക്കുന്നു, അല്ലെ? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ സാധാരണ അസ്ട്രോളജിയിൽ നമ്മൾ പറയും നമ്മുടെ 7ാം ഭാവത്തില് 8ാം ഭാവത്തില് ഇന്ന ഗ്രഹങ്ങൾ, അതുകൊണ്ട് നിങ്ങൾക്ക് വിവാഹ ജീവിതം പ്രോബ്ലംസ് ആയിരിക്കും സാമാന്യേന നമ്മൾ പറയാറുണ്ട്, അല്ലെ? ഓക്കെ. അതെ. എന്തുകൊണ്ടാണ് ഇവർക്ക് 7 വീട്ടിലും പാപഗ്രഹം വന്നത്? അതാണ് ഇവിടുത്തെ കാര്യം. ഓക്കെ. ഇതൊരു നമുക്ക് ഇങ്ങനെ ഒരു ഭാഗ്യപരീക്ഷണമല്ലല്ലോ. പ്രശ്നം വരും എന്ന് നോർമൽ ആസ്ട്രോളജിയിൽ നമ്മളോട് പറയും. പക്ഷേ പാസ്റ്റ് ലൈഫ് ആസ്ട്രോളജി ആണെങ്കിൽ അത് വരാനുള്ള റീസൺ എന്താണ്, എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രശ്നം വന്നത്, അതിന് പിന്നിലുള്ള സയന്റിഫിക് ആയിട്ടുള്ള കാര്യം എന്താണ്, അതാണ് പാസ്റ്റ് ലൈഫ് ആസ്ട്രോളജി ചർച്ച ചെയ്യുന്ന വിഷയം. ഒരു കുട്ടിയുടെ ജാതകം എടുക്കുകയാണെങ്കിൽ ഈ കുട്ടിയുടെ ജീവിതം പോലും എങ്ങനെയാവും നമുക്ക് പറയാൻ പറ്റും. അല്ല, ഇവർക്ക് ജനിക്കുന്ന കുട്ടി, ആ കുട്ടി ഒരു പെൺകുട്ടി ആണെങ്കിൽ ആ പെൺകുട്ടിയുടെ ലൈഫ് പ്രശ്നമായിരിക്കും നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. നമുക്ക് അവരോട് പറയും, നിങ്ങൾക്കൊരു പെൺകുഞ്ഞ് ജനിക്കും, ആ പെൺകുഞ്ഞ് ജനിക്കുന്നത് ഇന്ന പോലെയുള്ള ദോഷങ്ങളിലായിരിക്കും ആ പെൺകുഞ്ഞ് ജനിക്കുക. അവരുടെ ജീവിതം വളരെയേറെ കഷ്ടമായിരിക്കും. കാരണം ഇദ്ദേഹം അങ്ങനെ കർമ്മ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ജനിക്കുന്ന സന്തതിയും ഇങ്ങനെയുള്ള ദുരിതങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇപ്പൊ ഒരു ഉദാഹരണം, മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, കല്യാണം കഴിച്ച് വളരെ സന്തോഷമായിട്ട് ജീവിക്കുക പല കുടുംബങ്ങളിലും സംഭവിക്കുന്ന ഒരു കർമ്മയാണ്. ഒരു കുട്ടി പിറന്നതിന് ശേഷം അവരുടെ ജീവിതം അതോടുകൂടി